Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ബർത്ത്ഡേ കേക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഞാൻ ഇവിടെ റേസ് ട്രാക്ക് കേക്കാണ് തീമായിട്ട് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 സ്പോഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 കിലോ കേക്കാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കിലോ വീതമുള്ള 2 കേക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കേക്കും നമുക്ക് ഒരു 3 ഈക്വൽ ലെയേഴ്സ് ആയിട്ട്, ഒരു കേക്കിനെ 3 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ടോട്ടൽ 6 ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ചൊരു ഹൈറ്റ് വേണ്ട കേക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ 2 കേക്കാക്കി എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ച് ഓരോ പീസും വെച്ച് അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് പിന്നെ അതിന് മുകളിൽ ക്രീം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഫ്രോസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങുമാണ്. വൈറ്റ് ചോക്ലേറ്റും ക്രീം ചീസൊക്കെ കൂടി തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രോസ്റ്റിങ്ങും കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും റെസിപ്പി ഞാനിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോവും. അതൊക്കെ വേറൊരു വീഡിയോ ആയിട്ടിടാം. അങ്ങനെ നമ്മൾ ഓരോ ലെയേഴ്സ് കേക്കും വെച്ച് ഒന്ന് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ഈ ക്രീം വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ കേക്കിന് ആദ്യം തന്നെ ഒരു ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വിപ്പിംഗ് ക്രീം ചീസും വൈറ്റ് ചോക്ലേറ്റും ചേർത്തുണ്ടാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫ്രോസ്റ്റിംഗ് ആണ് ഇതിന് മുകളിൽ കൊടുക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ കേക്കിൻ്റെ ക്രീം കൊണ്ടുള്ള ഫ്രോസ്റ്റിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് അല്പം സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഫോണ്ടൻ്റ് കൊണ്ട് കവർ ചെയ്യണം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഞാനൊന്ന് പരത്തി കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ പരത്തിയിട്ടുള്ള ഈ ഫോണ്ടിന് നമുക്കൊരു മെഷറിംഗ് ടേപ്പ് എടുത്ത് ഒന്ന് അളന്ന് നോക്കാം. അതുപോലെ തന്നെ കേക്കും ഒന്ന് അളന്ന് നോക്കാം. കേക്കിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ വെടുത്തൊക്കെ ഒന്ന് അളന്ന് നോക്കിയിട്ട് ആ കേക്ക് കവറാകുന്ന വിധത്തിലുള്ള തരത്തിൽ വേണം ഈ ഫോണ്ടൻ്റ് ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. ഞാനിവിടെ പരത്തി വെച്ചിട്ടുള്ള ഈ ഫോണ്ടൻ്റ് കേക്കിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്ത് അവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും കൈ കൊണ്ട് തന്നെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന ഫോണ്ടൻ്റൊക്കെ നമുക്കൊരു കട്ടർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡും മുകൾ ഭാഗമൊക്കെ ഒന്നിങ്ങനെ ഇത് ഫോണ്ടൻ്റ് സ്മൂത്ത് ചെയ്യുന്ന ഈ ഒരു ടൂൾസ് കൊണ്ട് നമുക്കിതൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ഫോണ്ടൻ്റ് സ്മൂത്ത് ചെയ്യുന്ന 2 ടൂൾസ് ഉപയോഗിച്ച് ഇവിടെ സൈഡും മുകൾ ഭാഗമൊക്കെ ഒന്ന് നല്ല ലെവലാക്കി എടുക്കുകയാണ്. ഞാനിവിടെ റെഡ് കളർ ചേർത്തിട്ടുള്ള ഫോണ്ടൻ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് ലെറ്റേഴ്സും ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഫോണ്ടൻ്റ് കട്ട് ചെയ്യുന്ന ഒരു കട്ടറുണ്ട്. നമുക്കിത് ഇനി ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതും അതുപോലെ തന്നെ ആരുടെയാണോ ബർത്ത്ഡേ അവരുടെ പേരും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ചേർത്തിട്ടുള്ള ഫോണ്ടൻ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റേസിംഗ് ട്രാക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ച് ചെക്സ് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ്, കുറച്ച് സ്ക്വയർ പീസസ് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ ഇതൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് പാൻ വെച്ചിട്ടാണ് ഞാനിവിടെ ട്രാക്കിന് വേണ്ടിയിട്ടുള്ള സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ബ്ലാക്കിന് മുകളിൽ ചെറിയൊരു റൗണ്ട് കട്ടർ വെച്ചിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് എന്തിനെങ്കിലും മൂടി വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫോണ്ടൻ്റിലേക്ക് വെച്ച് കൊടുക്കാം.
കേക്കിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്ത് ഒന്നിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ട്രാക്കിനൊരു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡർ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ മോള് പിന്നെ ലെറ്റേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് റെഡിൽ. അതുപോലെ തന്നെ വൈറ്റും ഞാനിവിടെ ചെറിയ റോൾ ചെയ്ത് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡർ ഈ ട്രാക്കിന് കൊടുക്കാം. അതിന് മുന്നേ അവിടെ കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനിത് മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇവിടെ മക്കളും ഇതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ട്രാക്കിന് ബോർഡറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ട്രാക്കിന് നടുവിലായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ചൊരു വൈറ്റ് ഫോണ്ടൻ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ട്രാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു സ്കെയിൽ വെച്ച് ഫോണ്ടൻ്റ് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സൈഡിൽ കുറച്ചൊരു ബ്രഷ് കൊണ്ട് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സ്ക്വയേഴ്സ് അവിടെ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഒരു ബ്ലാക്ക്, പിന്നെ വൈറ്റ്, പിന്നെ ബ്ലാക്ക്, ആ ഒരു രീതിയിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റോ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യണം. അത് നമ്മൾ ഫസ്റ്റ് വൈറ്റ് വെച്ചതിന് മുകളിലേക്ക് അതിൻ്റെ നേരെ മുകളിൽ ബ്ലാക്ക് വെച്ച് കൊടുക്കാം. ബ്ലാക്ക് വെച്ചതിന് മുകളിൽ വൈറ്റ്, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതെങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ 3 റോ ആയിട്ടാണ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് കളേഴ്സ് ഫോണ്ടൻ്റ് കൊണ്ട് സ്റ്റാർസ് കട്ട് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയും ഒരു ബ്ലൂ കളറ് ഒരു ബോർഡർ പോലെ ഫോണ്ടൻ്റ് പരത്തിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാപ്പിന്ന് ഞാൻ കുറച്ച് സ്ക്വയേഴ്സിൽ ഫോണ്ടൻ്റ് സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബർത്ത്ഡേ ഞാൻ ഇവിടെയാണ് എഴുതിയിട്ടുള്ളത്, സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ആളുടെ പേര് താഴെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടോയ് കാർസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നുള്ളത്. ഇനി ഇതുപോലുള്ള മറ്റ് വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ.